ഹായ് നമസ്കാരം. കോർഫൻസസിൻ്റെ മറ്റൊരു സൈറ്റ് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മതിലിൻ്റെ മുകളിലാണ് ഒരു ഫെൻസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം 75 മീറ്ററോളം വരുന്ന ഒരു ഫെൻസിങ് ആണ്. 2 ഫീറ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആംഗ്ലർ എന്ന് പറയുന്നത് 1.25 ആംഗ്ലറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നോർമൽ സൈസിലുള്ള വരുന്ന ആംഗ്ലറാണ്. അത്യാവശ്യം തിക്നെസ് ആയിട്ടുള്ള ആംഗ്ലറാണ്. ലൈഫ് അത്യാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്കിത് സ്ട്രൈറ്റ് ആംഗ്ലർ കട്ട് ചെയ്തിട്ട് സൈഡ് വൈസ് നമ്മൾ ത്രൂ ഔട്ട് ബോൾട്ട് മതിലിൻ്റെ പുറത്തേക്ക് തുളച്ചിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് ടൈറ്റ് ചെയ്യുന്ന രീതിയാണ്. മതിൽ എന്താണോ സ്ട്രെങ്ത്ത്, ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫെൻസിങ് രീതി നമുക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ ഇതിലൂടെ ഉപയോഗിച്ചിട്ടുള്ള ആംഗ്ലറിൽ ഹോള് കാര്യങ്ങളൊക്കെ കൊടുത്ത് ടൈ ചെയ്യാനുള്ള വയേഴ്സിനൊക്കെ നമുക്ക് ഹോള് കാര്യങ്ങളെല്ലാം കൊടുത്ത് പെയിൻ്റ് അടിച്ച് പെയിൻറ്റിങ് കസ്റ്റമറുടെ താല്പര്യപ്രകാരം അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഒരു കളറാണ്. ഈ ഒരു ഫെൻസിങ് നമ്മൾ ടോട്ടലി 2 ഫീറ്റ് ആയിട്ടാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും സപ്പോർട്ട് പില്ലറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോർമൽ ഒരു മതിലല്ലായിരുന്നു, നമുക്ക് ഇതൊരു കട്ടിങ് സ്ലോപ്പിങ് കാര്യങ്ങളൊക്കെ ഉള്ള മതിലുകളായിരുന്നു. കാരണം ആ ഒരു പ്ലോട്ടിൻ്റെ രീതിക്കനുസരിച്ച് മതിൽ കെട്ടുമ്പോൾ അറിയാലോ, ആ ഒരു രീതിക്കാണ് നമ്മൾ മതിൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിക്ക് തന്നെ നമ്മൾ ഫെൻസും ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് കാര്യങ്ങൾ അടിയിലൂടെ പാടില്ല എന്നതായിരുന്നു. കാരണം നമുക്ക് നായ് ശല്യം, അതുപോലെ പൂച്ച, അങ്ങനെയുള്ള ശല്യങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു ഫെൻസിങ് ഓണർ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്ലോപ്പിലും എക്സ്ട്രാ പില്ലേഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം 75 മീറ്ററിന് 100 മീറ്റർ വരുന്ന പില്ലേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പർപ്പസ് ഫുള്ളി കവേർഡ് ആക്കി നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഫെൻസിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കാണുന്നത്. അത്യാവശ്യം നല്ല ഒരാൾ പിടിച്ച് കയറി കഴിഞ്ഞാലും നമുക്കത് ഒടിയാത്ത രീതിക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വളരെ ചെറിയ കോസ്റ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ദിവസത്തിനുള്ളിലൊക്കെ 100 മീറ്റർ 150 മീറ്റർ വരെ നമുക്ക് ഒരു ഫെൻസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുള്ളൊരു ലൈഫ് ടൈം നമ്മൾ പറയുന്നത് 15 വർഷം വരെ മിനിമം ലൈഫ് ടൈം നമുക്കിത് കിട്ടും. മിനിമം ആ ഒരു ലൈഫ് ടൈമാണ് പറയുന്നത്.